ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിന്നൊരു അംബ്രല്ല സ്കേർട്ടിൻ്റെ കട്ടിങ് ആണ് കാണിക്കുന്നത് കേട്ടോ. പാർട്ട് 1 ആയിട്ടാണ് കാണിക്കുന്നത്. കട്ടിങ് കുറച്ച് കൂടുതലുണ്ട്, നമുക്ക് മനസ്സിലാവണ്ടേ. അപ്പം തമ്പനിയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ വെറും 2 അളവുകൾ മാത്രം മതി നമുക്ക് അംബ്രല്ല സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഫുൾ അംബ്രല്ല മോഡൽ, നല്ല ഫ്ലെയർ ആയിട്ടുള്ള അംബ്രല്ല സ്കേർട്ടും കുർത്തിയും ഒക്കെ ഇടാൻ. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ നല്ല ഫ്ലെയർ ആയിട്ടുള്ള അംബ്രല്ല മോഡൽ ഡ്രസ്സസ് ഇടാനായിട്ട്. പക്ഷേ ഇതിന് നമുക്ക് ഒരുപാട് ക്ലോത്ത് ആവശ്യമുണ്ട്. അംബ്രല്ല മോഡൽ നല്ല ഫുൾ ഫ്ലെയർ നിൽക്കുന്നത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ, അതായത് നമ്മുടെ ടോട്ടൽ ലെങ്തിൻ്റെ ഒരു 5 ഇരട്ടി തുണി എങ്കിലും നമുക്ക് വേണം, നമുക്ക് നല്ല രീതിയിൽ അംബ്രല്ല ഫുൾ ഫ്ലെയർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അഥവാ നമ്മുടെ കയ്യിൽ അത്രയും തുണി ഇല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇത് വേറെ ഏതെങ്കിലും മോഡൽ ചെയ്യാമെന്ന് വയ്ക്കും. പക്ഷേ ഇനി അങ്ങനെ വേണ്ട. നിങ്ങളിൽ കുറച്ച് തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫുൾ ഫ്ലെയർ അംബ്രല്ല സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളും എക്സ്ട്രാ വരും, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലൈനിങ് തുണി. ഇത് ഒരു മൂക്കാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ മൂക്ക് ടോപ്പിനും കൂടിയിട്ടുള്ളത് ഈ ലൈനിങ്ങിൽ ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പിൻ്റെ വീഡിയോയും പുറകെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് ലൈനിങ്ങിൻ്റെ തുണി, അടിയിലുള്ളതാണ് നമ്മൾ മെയിൻ ക്ലോത്ത്. ഓക്കെ, മെയിൻ ക്ലോത്ത് ഒരു 3 മീറ്ററോളം ഉണ്ട് മെയിൻ ക്ലോത്ത്. അപ്പം മാക്സിമം നമുക്കൊരു 3 മീറ്റർ തുണിയെങ്കിലും വേണം ഫുൾ ഫ്ലെയർ ചെയ്യാനായിട്ട് കേട്ടോ. കാരണം ഇതിന് കുറച്ച് ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ്, കുറച്ച് തുണി നമുക്ക് കിട്ടാത്തത് നമ്മൾ റൗണ്ട് ചെയ്താണ് ഇത് കട്ട് ചെയ്യേണ്ട നമ്മളെ സ്കേർട്ടിനും ടോപ്പിനും ഒക്കെ. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സ്ഥലത്ത് നമുക്ക് തുണി തികയാണ്ട് വരുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കണം അവിടെ. അപ്പം 3 മീറ്റർ തുണിയെങ്കിലും നമുക്ക് ഉണ്ടെങ്കിലേ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഫുൾ ഫ്ലെയർ ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്നും കുറവ് തുണിയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സെമി അംബ്രല്ല, അത്രയും ഫ്ലെയർ ഇല്ലാത്ത സെമി അംബ്രല്ല മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന തുണി വിചിത്ര സിൽക്കാണ് കേട്ടോ. വിചിത്ര സിൽക്കിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തുണിയിലൊരു കട്ടിയുള്ള സൈഡുണ്ട് കേട്ടോ, 2 സൈഡിലും കാണും തുണിയുടെ 2 അറ്റത്തും. അതാണ് തീര് ഭാഗം എന്ന് പറയുന്നത്. നമുക്ക് കൈ വെച്ച് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. നല്ല തീര് ഭാഗത്ത് തന്നെ കുറച്ച് കയ്യിലിങ്ങനെ തട്ടുന്നങ്ങനെ പൊന്തി നിൽക്കുന്ന എനിക്ക് സ്ഥലമുണ്ട് റഫായിട്ടുള്ള, അത് തുണിയുടെ ചീത്ത വശമാണ്. ഓക്കെ, റോങ് സൈഡ്. ഓക്കെ, എന്നിട്ട് നല്ല സൈഡ് നല്ല സോഫ്റ്റായിട്ടിരിക്കും, അവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നും കാണത്തില്ല കേട്ടോ. അതാണ് നല്ല വശം. അപ്പോൾ നമ്മൾ ഈ അംബ്രല്ല സ്കേർട്ടിന് മടക്കിയിട്ട് തുണി എങ്ങനെ ഫോൾഡ് ചെയ്യുന്നതാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ. തുണി ഫോൾഡ് ഒരിക്കലും വിഡ്ത്ത് വൈസല്ല, ഇത്രയുള്ള ഈ തുണിയുടെ വിഡ്ത്ത്. അപ്പോൾ വിഡ്ത്ത് വൈസ് നമ്മൾ തുണി ഫോൾഡ് ചെയ്യുമ്പോൾ നോക്കുക ഇത്രയേ കിട്ടത്തുള്ളൂ. കണ്ട ഈ ഒരു വീതി മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീതിയിൽ നമുക്ക് അംബ്രല്ല സ്കേർട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കിത് ഒരു സ്ലിറ്റഡ് ടോപ്പിനോ സാധാ ടോപ്പിനൊക്കെ നമുക്ക് ഇങ്ങനെ മടക്കിയെടുക്കാം. അംബ്രല്ല സ്കേർട്ടിന് നമ്മൾ ചെയ്യുമ്പം അത് ലെങ്ത് വൈസിൽ വേണം നമ്മൾ മടക്കിയെടുക്കാനായിട്ട്. ഓക്കെ, തുണിയുടെ നീളം വെച്ചിട്ട് വേണം നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്യണം. ആദ്യം നമ്മൾ 2ആയിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത്. അതും നിങ്ങൾ കണ്ടല്ലോ ആ ഒരു റോങ് സൈഡ്. അപ്പം റോങ് സൈഡിൽ വേണം നമ്മൾ എല്ലാ മാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ളത്. റോങ് സൈഡ്, നല്ല സൈഡിൽ ഒരിക്കലും മാർക്കിങ് കാര്യങ്ങളും ചെയ്യത്തില്ല. അപ്പോൾ ഒരു ചോക്ക് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അത് പെട്ടെന്ന് തന്നെ പൊയ്ക്കോളൂ. എന്നാലും റോങ് സൈഡിലാണ് നമ്മൾ എല്ലാ തുണിയുടെ റോങ് സൈഡ് ഇട്ടിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് വൈസിൽ തുണി മടക്കുക കേട്ടോ. ആദ്യം 2ആയിട്ടാണ് മടക്കിയെടുക്കേണ്ടത്. കണ്ടില്ലേ, ഇപ്പോൾ നല്ല സൈഡ് 2ആണ് കേട്ടോ. നല്ല വശങ്ങൾ, ആ തേര് ഭാഗത്തിൻ്റെ നല്ല വശം, ഞാൻ പറഞ്ഞില്ലേ റഫായിട്ടുള്ളത് റോങ് സൈഡായിരിക്കും. അപ്പോൾ ആ നല്ല വശങ്ങൾ 2ഉം കൂടെ ചേർന്ന് വരുന്ന രീതി, നല്ല വശവും നിങ്ങൾ ചേർത്ത് വെച്ച് വേണം പിടിക്കാൻ. അപ്പം പുറമേ കിട്ടുന്നത് നമുക്ക് റോങ് സൈഡായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ മടക്കിയെടുക്കുകയാണ്. ലെങ്ത്ത് വൈസ് നമ്മളിങ്ങനെ മടക്കിയെടുക്കുകയാണ്. 2ആയിട്ടാണ് മടക്കിയെടുക്കേണ്ടത് കണ്ടോ. അപ്പോൾ നിങ്ങളിതിൽ കാണുന്നത് പോലെ തന്നെ മടക്കിയെടുക്കുക കേട്ടോ. ഞാനിത് കൂടുതലും സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹമുള്ളെന്നുള്ള ബിഗിനേഴ്സിന് വേണ്ടി ഫോക്കസ് ചെയ്തിട്ടാട്ടോ ഞാൻ എൻ്റെ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അറിയാവുന്നവർക്ക് പ്രശ്നമില്ല. ഞാൻ എല്ലാ തുടക്കക്കാരായിട്ടുള്ളവർക്കാട്ടോ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഞാൻ ബേസ് ചെയ്തിടുന്നത്. അപ്പോൾ ഞാനിവിടെ 2ആയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ലെങ്ത്ത് വൈസിൽ കെട്ടുന്നത് കാണാൻ പറ്റുന്നത് തുണി 2ആയിട്ടാണ് മടങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഈ 2 അറ്റവും കൂടെ കൂട്ടിച്ചേർത്ത്, അതായത് ലെങ്ത്ത് വൈസിൽ തന്നെ നമുക്ക് ഒന്നും കൂടി ഇത് മടക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നും കൂടി മടക്കാണ്. അപ്പോൾ തുണി 4ആയിട്ടായിരിക്കും മടക്കിയെടുക്കുന്നത്. ഇപ്പം നിങ്ങളെ കണ്ടില്ലേ, ഇപ്പം ഞാൻ
രണ്ട് സൈഡും കൂടെ പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിച്ചെടുത്ത് ഞാൻ എന്താ കണ്ടോ ചേർത്ത് വെച്ച് 4ആയിട്ട് മടക്കിയെടുക്കുകയാണ് കേട്ടോ. 4ആയിട്ട് കറക്റ്റ് മടക്കിയെടുക്കുകയാണ്. നിങ്ങൾ കറക്റ്റ് ഇത് പിടിച്ചോളൂ. ഇത് ഇത്തിരി ഒഴുക്കം മോഡൽ ക്ലോത്ത് ആയതുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട് അകത്തുനിന്ന്. അപ്പോൾ നല്ല രീതിയിൽ നമ്മളത് പിടിച്ച് കറക്റ്റിന് നിവർത്തി നല്ലതുള്ള ചുളുക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ കൈ കൊണ്ടല്ല എല്ലാ സൈഡും സ്ട്രെയിറ്റാക്കി നമ്മൾ ഇടണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ സൈഡിലോട്ട് ഞാൻ ഇരിക്കുന്ന സൈഡിലോട്ട് വന്നിരിക്കുന്നത് ഫുള്ളും ഫോൾഡഡ് ആയിട്ടുള്ള സൈഡാണ്. ഒരു ഓപ്പൺ സൈഡും വന്നിട്ടില്ല കണ്ടോ. മുഴുവൻ മടങ്ങിയ സൈഡ് ഫോൾഡഡ് സൈഡാണ് നമ്മൾ ഇരിക്കുന്ന സൈഡിലോട്ട് വരേണ്ടത്. ഓക്കെ, അങ്ങനെ വേണം വരാൻ. താഴ്ഭാഗത്തും മുകൾ ഭാഗത്ത് ഉണ്ടല്ലേ 4 ഓപ്പൺ സൈഡാണ് വന്നിരിക്കുന്നത്. താഴ്ഭാഗത്തും അതുപോലെ തന്നെയാണ് ഓപ്പൺ സൈഡാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഭാഗത്തോട്ട് മാത്രമാണ് അങ്ങനെ കിട്ടേണ്ടത്. ഓക്കെ, നിങ്ങൾ നോക്കൂ, താഴ്ഭാഗത്തുണ്ടോ 4 ഓപ്പൺ സൈഡാണ് വന്നിരിക്കുന്നത്. മുകൾ ഭാഗത്തും അങ്ങനെ തന്നെ വന്നിരിക്കുന്നത് കണ്ടോ, 4 ഓപ്പൺ സൈഡുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിരിക്കുന്ന സൈഡ് ഫോൾഡഡ് സൈഡാണ്. ഇനി എൻ്റെ ഞാൻ ഇരിക്കുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് ഫോൾഡഡ് ആയിരിക്കും, അതായത് ഓപ്പൺ ഒന്നും ഇല്ലാത്ത ഒരു പീസ് നമുക്ക് കിട്ടും, 2ആയിട്ട് മടങ്ങിയിരിക്കുന്നത്. ബാക്കി 2 പീസ് നമുക്ക് ഓപ്പൺ പീസായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഓപ്പൺ ആയിട്ടുള്ള 2 പീസും ഒരു പീസ് ഫോൾഡഡ് ആയിട്ടുള്ള പീസായിരിക്കും കിട്ടിയിട്ടുള്ളത് ഞാൻ ഇരിക്കുന്നതിൻ്റെ ഓപ്പൺ സൈഡ്. അപ്പോൾ 3 സൈഡും എങ്ങനെയായിരിക്കും മനസ്സിലാവുന്നതോ. ഓപ്പൺ ആയിട്ടുള്ള എൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് പറയുന്നത്. ഒരു സൈഡ് ഫോൾഡഡ് ആയിരിക്കും, അതിൻ്റെ 2 പീസ് ഓപ്പൺ സൈഡായിരിക്കും വന്നിരിക്കുന്നത്. ഓപ്പൺ ആയിട്ടുള്ള പീസായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഒരു സൈഡ് ക്ലോസും ആയിരിക്കും. അപ്പോൾ ഇനി ഈ ഒരു കോർണർ കണ്ടോ, ഈ ഒരു കോർണറിൽ വെച്ചിട്ടാണ് നമുക്ക് അളവെല്ലാം ചെയ്യേണ്ടത്. കുറച്ചുകൂടെ ഞാനൊന്ന് അടുത്തോട്ട് വെച്ച് അപ്പോഴത്തേക്ക് കാണുന്നില്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു കോർണർ വെച്ചിട്ടാണ് നമുക്ക് എല്ലാ മാർക്കിങ്സും ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കുറച്ച് മൊട്ട് പിൻസ് ഉണ്ട്. അപ്പോൾ ആ മൊട്ട് പിൻസ് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കുക കേട്ടോ. കാര്യം ഇത് ഒഴുക്ക മോഡൽ തുണിയാണ്, നമ്മളെ കയ്യിൽ നിൽക്കത്തില്ല ഇത്. അപ്പോൾ നമ്മൾ കോട്ടൺ തുണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് മടക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ കിടക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അതുപോലെ തന്നെ കിടന്നോളും. പക്ഷേ ഒഴുക്കൻ ടൈപ്പുള്ള ക്ലോത്തുകളെല്ലാം, ഇതെല്ലാം ജോർജറ്റ്, ഷിഫോൺ ഏതാണെങ്കിലും നമ്മൾ ഒഴുക്ക മോഡലാണെങ്കിൽ ഇതുപോലെ പിന്ന് വെച്ച് നല്ലപോലെ സെക്യൂർ ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇതിപ്പോൾ 4 ഫോൾഡായിട്ടൊക്കെ ഇട്ട് 2 ഫോൾഡാണെങ്കിലും 4 എത്ര ഫോൾഡാണെങ്കിലും അകത്തുനിന്നൊക്കെ തുണി വലിഞ്ഞു പോകാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് ഈ ഒഴുക്ക മോഡലിന്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പിന്നെ കുത്തി ഇങ്ങനെ സെക്യൂർ ചെയ്ത് വയ്ക്കട്ടെ. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്താലും അകത്തുനിന്ന് ആ തുണി അനങ്ങത്തില്ല. അനങ്ങി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വലിഞ്ഞു പോവുക, തുണി കറക്റ്റ് എത്താതിരിക്കുക, അങ്ങനത്തെ വിഷയമൊന്നും വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ പിന്നൂത്തി സെക്യൂർ, നിങ്ങൾ കണ്ടില്ലേ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സൈഡ് പിന്നൂത്തി സെക്യൂർ ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം കൂടെ നമുക്കതുപോലെ ചെയ്യാം. ഇത് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തും അതുപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, പിന്നൂത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ മുകളിലും താഴെയും പിന്നൂത്തി സെക്യൂർ ചെയ്ത് വയ്ക്കുക കേട്ടോ. സെക്യൂർ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ അളവും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് തുണി അകത്തുനിന്നൊന്നും വലിഞ്ഞും ഒന്നും പോകത്തില്ല. ഓക്കെ, നമുക്കപ്പോൾ ഇനി ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിവിടെ എടുക്കുന്നത് ടേപ്പാണ്. ഈ ടേപ്പിനകത്ത് കണ്ടില്ല, ഇതാണ് ഇഞ്ചസ്. അപ്പം ഞാൻ എല്ലാ അളവും ചെയ്യുന്നത് ഇഞ്ചസിലാണ് കേട്ടോ. ഇവിടെ ഇഞ്ചസും സെൻറ്റിമീറ്ററും ഉണ്ട്. അപ്പം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടേക്കുന്ന ഇഞ്ചസും ഗ്യാപ്പില്ലാതെ സെൻറ്റിമീറ്ററാണ് വന്നേക്കുന്നത്. അപ്പം ഞാനെന്തായാലും ഇപ്പോൾ ഇഞ്ചസിലാണ് എല്ലാ മാർക്കും അളവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഹിപ്പ് റൗണ്ട് 28 കേട്ടോ. ഹിപ്പ് റൗണ്ട് എന്നാണ് ഞാൻ എച്ചാർന്നുകൊണ്ട് കൊടുത്തേക്കുന്നത്. ഹിപ്പ് റൗണ്ടാണ്. ഫുൾ ലെങ്ത് 35 ആണ്. ഓക്കെ, ഫുൾ ലെങ്താണ് ഞാൻ FL എന്നുകൊണ്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഹിപ്പ് റൗണ്ട് 28 ആയതുകൊണ്ട് തന്നെ നമുക്ക് 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മൾ 4ആയിട്ടല്ലേ തുണി ഫോൾഡ് ചെയ്തിട്ടേക്കുന്നത്, മടക്കി ഇട്ടേക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 7 ആണ്. അപ്പോൾ 7 ഇഞ്ചസ് നമുക്കിവിടെ റൗണ്ടായിട്ട് കിട്ടണം. പക്ഷേ 7 പോലെ നമുക്ക് അതിനോട് 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ വേണം. കാര്യം മുകളിലെ 4 സൈഡ് കണ്ടില്ലേ, 4 സൈഡ് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് 2 സൈഡ് ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ച് പോകും. അങ്ങനെ 2 സൈഡും കൂടെ 4 സൈഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് 1 ഇഞ്ച് അതിന് വേണം. അപ്പോൾ ഒരു 8 ഇഞ്ച് എനിക്കിവിടെ കിട്ടണം. അപ്പോൾ ഞാൻ 8ൻ്റെ പകുതിയാണ് ആദ്യം റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടി ഈ മുകൾ ഭാഗം കണ്ടോ, ടേപ്പിൻ്റെ മുകൾ ഭാഗം കറക്റ്റ് അവിടെ വരണം. ആ ഒരു കൈ അവിടെ പിടിച്ചേക്കണം. എന്നിട്ട് നമ്മൾ അടിയിലുള്ള ടേപ്പ് മാത്രമേ കറക്കാൻ പാടുള്ളൂ കേട്ടോ, അത് അനങ്ങരുത്. അപ്പം ഞാനിപ്പം അടയാളം ചെയ്യുന്നത് 4 ഇഞ്ചിലാണ് അടയാളം ചെയ്യുന്നത്. കാരണം നമുക്ക് 7 ഇഞ്ചല്ലേ റൗണ്ടായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ 7ൻ്റെ പകുതി 7 അല്ല 8 ഇഞ്ച്.
അപ്പോൾ 8ൻ്റെ പകുതി വേണം. 8ൻ്റെ പകുതി 4ആണ്. ആദ്യം നമുക്ക് 4 ഇഞ്ച് റൗണ്ടായിട്ട് മുകളിൽ കണ്ട അത് ടേപ്പ് അനങ്ങരുത് കേട്ടോ. അനങ്ങാണ്ട് നമ്മളിങ്ങനെ പിടിച്ച് അളവ് മാർക്ക് ചെയ്യുക അളവുകൾ. അപ്പോൾ 4 ഇഞ്ച് നമുക്ക് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്കത് അളന്ന് നോക്കാം. നമുക്ക് 8 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന്. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 ഇഞ്ചും കൂടെ താത്തി വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ആദ്യം പകുതി കിട്ടേണ്ടതിൻ്റെ പകുതി വേണം മാർക്ക് ചെയ്യാൻ. അത് അളന്ന് നോക്കിയിട്ട് അത് കിട്ടുന്നില്ലെങ്കിൽ 1/2 ഇഞ്ച് വെച്ച് നമുക്ക് കൂട്ടി കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള അളവ് എത്തുന്നത് വരെ നമുക്കത് ചെയ്യാം. ഓക്കെ, ആവശ്യമുള്ള അളവ് എത്തിക്കഴിഞ്ഞാൽ അത് മതിയാവും കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്തെടുത്തേക്കാണ് കേട്ടോ റൗണ്ടായിട്ട്. എന്നിട്ട് നമുക്കിത് അളന്ന് നോക്കാം. റൗണ്ട് എങ്ങനെ അളക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ കൈ കൊണ്ട് മറയുന്നതാണ്, നിങ്ങൾക്കത് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ഇങ്ങനെ വേണം നമ്മൾ ഇങ്ങനെ ആ ഒരു ലൈനിൽ തന്നെ ടേപ്പ് ഇങ്ങനെ വെച്ച് വേണം നമുക്കത് അളന്നെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ അത് കിട്ടുന്നില്ല. അപ്പം ഞാനൊരു 1/2 ഇഞ്ചും കൂടെ താഴോട്ട് ഇറക്കുവാണ് കേട്ടോ. 8 ഇഞ്ച് കിട്ടാത്തത് കൊണ്ട് ഞാൻ 1/2 ഇഞ്ചും കൂടെ താഴോട്ട് ഇറക്കുകയാണ്. താഴോട്ട് ഇറക്കി 1/2 ഇഞ്ചും കൂടെ കൂട്ടി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ മുകൾ ഭാഗത്ത് ആ ടേപ്പ് അനക്കാതെ നമുക്കിങ്ങനെ കൂട്ടി വരിക. ഓക്കെ, 1 ഇഞ്ചും കൂടെ കൂട്ടുകയാണ്. അപ്പോൾ 4.5 ഇഞ്ചിലാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റൗണ്ടായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അളന്ന് നോക്കാം നമുക്ക് 8 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് കേട്ടോ. എൻ്റെ സൗണ്ടിന് കുറച്ചൊരു അടപ്പുണ്ട്, എനിക്ക് ജലദോഷമാണ്. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു സൈഡ് അപ്പോൾ ഞാൻ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ കണ്ടോ, ഇങ്ങനെ ടേപ്പ് കറക്റ്റ് പിടിച്ചാണ് പോവേണ്ടത് കേട്ടോ. അപ്പോൾ എൻ്റെ കൈ മറിയുന്നത് കാരണം നിങ്ങൾക്കത് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഇതുപോലെ കാരണം ഞാൻ ഈ പിടിക്കുന്നത് പോലെ തന്നെ പോവാട്ടോ. ആ ഒരു ലൈനിൽ കൂടെ തന്നെ പിടിച്ച് പോയി ആ മൂല ഇതിൻ്റെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ 8 ഇഞ്ച്. പിന്നെ ഇത് കുറച്ച് വലിയുന്ന തുണിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും കിട്ടിക്കോളും. അപ്പോൾ ഇത് മതി. എന്നിട്ട് ഞാൻ ആ ഒരു പോയിൻറ്റ് നമ്മൾ എവിടെയാണോ നമുക്ക് 8 ഇഞ്ച് കിട്ടിയില്ല 4.5 ഇഞ്ച് അവിടെ വെച്ചിട്ട് താഴത്തേക്ക് ഫുൾ ലെങ്ത് ഞാൻ അടയാളം ചെയ്യാം കേട്ടോ ഫസ്റ്റ്. അപ്പോൾ എനിക്ക് 35 ആണ് വേണ്ടുന്നത്. ആ 35 തന്നെ ഞാൻ അടയാളം ചെയ്യാണ്. നമുക്ക് തയ്യൽ തുമ്പായിട്ട് 1 ഇഞ്ചും കൂടെ വേണ്ടുന്നതാണ്. പക്ഷേ ഞാനത് 1 ഇഞ്ച് എടുക്കുന്നില്ല. കാരണം മുകളിൽ ഞാനൊരു വേസ്റ്റ് ബെൽറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇലാസ്റ്റിക്കിൻ്റെ 1 ഇഞ്ചിൻ്റെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന തയ്യൽ തുമ്പ് 1 ഇഞ്ച്. ആ ഒരു വേസ്റ്റ് ബെൽറ്റ് വരുമ്പോഴത്തേക്കും അവിടെ അങ്ങ് ബാലൻസ് ചെയ്തോളൂ. അടി മടക്കി അടിക്കാൻ ഒരു 1/2 ഇഞ്ച് വേണം. ബെൽറ്റുമായിട്ട് ആഡ് ചെയ്യാൻ ഒരു 1/2 ഇഞ്ച് വേണം. അപ്പോൾ ഈ 1/2 ഇഞ്ച് നമുക്ക് ഈ മെയിൻ ക്ലോത്തിൽ കുറയും. ആ കുറയുന്നത് ഞാൻ ആ വേസ്റ്റ് ബെൽറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റ് കിട്ടിക്കോളും. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു പോയിൻ്റ് വെച്ചിട്ടാണ് താഴോട്ട് 35 നമുക്ക് അളന്നെടുത്ത് നമ്മളെ ലെങ്ത്. ഇനി നമ്മൾ മുകളിലത്തെ കോർണറിൽ വയ്ക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. മുകളിലത്തെ കോർണറിൽ വെച്ചിട്ട് താഴേക്ക് നമ്മൾ 35 അടയാളപ്പെടുത്തില്ല അവിടെ വരെ നോക്കുക എത്ര കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്കിപ്പോൾ 39.5 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, മുകളിലത്തെ കോർണർ വെച്ചിട്ട്. ഇനി നമ്മൾ മുകൾ ഭാഗത്ത് റൗണ്ടായിട്ട് ചെയ്തില്ലായിരുന്നു, നമ്മൾ വേസ്റ്റ് റൗണ്ടായിട്ട് എടുത്തില്ലേ, അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് അവിടെ നിന്ന് ടേപ്പ് കറക്റ്റ് ആ ഒരു മുകൾ ഭാഗത്ത് തന്നെ വെച്ചിട്ട് നമ്മൾ ഈ 39.5 റൗണ്ടായിട്ട് നമ്മൾ അടയാളം ചെയ്തെടുക്കണം കേട്ടോ. ഈ റൗണ്ടായിട്ട് നമുക്ക് എവിടെ വരെ ഇത് ഫുള്ള് റൗണ്ട് നമുക്ക് കിട്ടില്ല. കുറച്ച് സൈഡ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അവിടെ വരെ 39.5 ഇങ്ങനെ കാണുന്നില്ലേ, നിങ്ങൾ മാർക്ക് ചെയ്ത് കൊണ്ടുപോകാം. മുകളിൽ നിന്ന് ആ ഒരു ടേപ്പ് അനങ്ങരുത് കേട്ടോ. ടേപ്പ് അനങ്ങാതെ ആ ഒരു അവിടെ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്ത് വച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെ 39.5 മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ ആ ടേപ്പ് അനങ്ങുമ്പോൾ നമ്മൾ അളവിൽ വ്യത്യാസം വരാം. ടേപ്പ് അവിടെ നിന്ന് കയറി ആ കോർണറിൽ നിന്ന് ഇറങ്ങി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 39.5 എന്നുള്ളത് ചിലപ്പോൾ 39 40 ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് മാക്സിമം ശ്രദ്ധിക്കുക. അവിടെ നിന്ന് ടേപ്പ് ഒരിക്കലും അനങ്ങാണ്ട് നോക്കുക. ഓക്കെ, ടേപ്പ് കറക്റ്റ് തന്നെ ഇരിക്കുന്നു നോക്കി നമ്മൾ മാർക്ക് ചെയ്യുക. ഇപ്പം ഞാൻ മാർക്ക് ചെയ്തെങ്കിൽ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ 3 മീറ്റർ തുണിയല്ലേ ഉള്ളൂ. അപ്പം എനിക്ക് ഫുള്ള് റൗണ്ട് ചെയ്ത് മുകളിൽ വരെ കിട്ടില്ല. അത് ഇവിടെ വരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി നമുക്കിതങ്ങ് വെട്ടി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഈ മുകളിൽ മാർക്ക് ചെയ്തത് ഇപ്പോൾ കട്ട് ചെയ്തില്ല. ഇപ്പോൾ താഴെ മാർക്ക് ചെയ്തത് ഇതാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. നമുക്കിതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഞാൻ ആ ഡോട്ടിട്ട ലൈനിൽ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഡോട്ടുകൾ ഒന്നിച്ച് വരച്ച് ജോയിൻ ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ഞാനത് അങ്ങനെ ചെയ്യുന്നില്ല.
ആ ഒരു ഡോട്ടിൽ കൂടെ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ തുടക്കക്കാരൊക്കെ നിങ്ങളത് ലൈനാക്കി വരയ്ക്കുക, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഇതൊരു കുരുങ്ങുന്ന തുണി. അപ്പം എൻ്റെ കത്രികയിൽ ആ ഒരു തുണിയുടെ നൂല് കയറി കുരുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് കുരുങ്ങിയാണ് പോണത്. അതാണ് കുറച്ചൊന്ന് നിങ്ങൾ ഡിലേ കാണുന്നത് കട്ട് ചെയ്യുമ്പോൾ. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാലൻസ് വന്ന തുണി വേണം നമുക്ക്, കുറച്ച് സ്ഥലത്ത് എത്തിയിട്ടില്ല അവിടെ ചെയ്യാനായിട്ട്. ഓക്കെ, അവിടെ വെച്ച് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ മുകളിലുള്ള ഭാഗം നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നമുക്ക് അവിടെ ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്തുള്ളൂ, മുകളിലുള്ള ഈ ഒരു ഭാഗം നമ്മൾ ആ വേസ്റ്റ് കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന കട്ട് ചെയ്ത് മാറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്യത്തില്ല. ഓക്കെ, അപ്പം നമുക്കിനി കുറച്ച് ഭാഗത്ത് എത്താത്തതുണ്ടല്ലോ, നമുക്ക് അവിടെ എങ്ങനെ ജോയിൻ ചെയ്ത് നോക്കാം. കണ്ടോ, ഇത് കുറച്ചെനിക്ക് ലെവൽ ചെയ്യാനുണ്ട്. കണ്ടോ, അടിയിലത്തെ തുണി കുറച്ച് കയറിയ കിടക്കുന്നത്, അതൊക്കെ കറക്റ്റ് ലെവൽ ചെയ്യുക. ഒരു സൈഡ് കണ്ടോ ഫോൾഡറാണ്, ഓപ്പൺ ഇല്ല. അപ്പം നമുക്ക് ഈ ഒരു സൈഡ് ഓപ്പൺ ആക്കി കൊടുക്കണം. ആദ്യം നമുക്ക് അത് ചെയ്യാം. കത്രിക കൊണ്ട് ഞാൻ ആ ഒരു സൈഡ് അങ്ങ് ഓപ്പൺ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓപ്പൺ ആക്കി നിങ്ങൾ കാണുന്ന പോലെ ഇതുപോലെ കറക്റ്റിന് ആ സൈഡ് അങ്ങ് ഓപ്പൺ ആക്കുക. ഓക്കെ, ഞാനിപ്പം അത് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് താഴത്തെ പീസ് അതിന് ഞാൻ കാണിച്ചില്ല കേട്ടോ. ഞാനത് നല്ല ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ കയറി ഇറങ്ങി കിടന്നില്ല. ആ ഒരു പീസ് ഞാൻ ലെവൽ ചെയ്താക്കിയിട്ടുണ്ട്. ഇനി നോക്കി, നമ്മൾ ആ ഒരു സൈഡ് സ്ട്രെയിറ്റ് ആണല്ലേ, ഇനി നമുക്ക് കിട്ടാനുള്ള സൈഡ് സ്ട്രെയിറ്റ് ആണ്. ഇതിപ്പം ബാലൻസ് വന്ന തുണിയാട്ടോ. നമ്മൾ അടിഭാഗം വെട്ടിയെടുത്തതിന് ശേഷം ഇവിടെ സ്ട്രെയിറ്റ് ആണ്, അടിഭാഗം വെട്ടിയെടുത്തതിന് ശേഷം ബാലൻസ് വന്ന തുണിയാണ് ഞാൻ ഈ ചേർത്ത് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മറ്റേ സൈഡ് നമുക്കിനി റൗണ്ടായിട്ട് കിട്ടാനുള്ള ആ ഒരു സൈഡ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു തുണിയുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈഡ് വേണം നമുക്ക് ചേർത്ത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇത് കണ്ടില്ലേ, തേര് ഭാഗം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തേര് ഭാഗം വേണ്ട. അതുപോലെ തന്നെ ഇത് ഒരു സൈഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡാണ് മുകൾ ഭാഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ മുകൾ ഭാഗം 4 സൈഡ് ഓപ്പൺ അല്ലേ, അപ്പം മുകളിലോട്ട് വരുന്നത് ഈ ഒരു സൈഡാണ് കേട്ടോ. അപ്പം നമുക്ക് എന്താ വേണ്ട, ആ ഒരു സൈഡ് നമുക്ക് ആ ക്ലോസ് ആയിട്ടുള്ളതും ഓപ്പൺ ആക്കി കൊടുക്കുക. എന്നിട്ട് ആ തേര് ഭാഗം എല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കത് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് കട്ടി കൂടും, നമുക്ക് അറിയാൻ പറ്റും ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ ആ തേര് ഭാഗം കട്ട് ചെയ്ത് കളയാണ്. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതായത് കറക്റ്റ് ഉണ്ട് സ്ട്രെയിറ്റ് സൈഡിനോട് തന്നെ നമ്മളെ കയ്യിലുള്ള ബാലൻസ് തുണിയുടെ സ്ട്രെയിറ്റ് സൈഡ് തന്നെ ഞാൻ ചേർത്ത് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനത് പിന്ന് വെച്ച് കുത്തി എല്ലാം കൂടി കേട്ടോ, എല്ലാ ക്ലോത്തും കൂടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് ഞാൻ കയറ്റിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഈ ഒരു മറ്റേ തുണിയുടെ മുകളിൽ കൂടി നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന ക്ലോത്ത് ഒരു 1/2 ഇഞ്ച് കയറ്റി ഇട്ടേക്കുന്നത്. കാരണം നമ്മൾ 1/2 ഇഞ്ച് വെച്ച് നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ പോവും. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് അപ്പം നമുക്ക് അളവെടുക്കുന്നതിൽ വ്യത്യാസം വരരുതല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ 1/2 ഇഞ്ച് കയറ്റിയിട്ട് ഇത് ഒരു മുട്ടിപ്പിൻ വെച്ച് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാണ് സെക്യൂർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഇതിൻ്റെ നമ്മളെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തതിൻ്റെ അങ്ങേയറ്റത്തുനിന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു റൗണ്ടിൻ്റെ ഈ ഒരു ഇങ്ങേയറ്റം കണ്ട കോർണർ കാണുന്നില്ലെന്ന് തോന്നുന്നു. ആ ഒരു കോർണറിൽ നിന്ന് നമ്മൾ പിടിച്ചിട്ട് നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കണ്ട ഈ ഒരു കോർണർ പിടിച്ചുകൊണ്ട് വന്നൊരു കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ ഈ തുണി ഫോൾഡ് ചെയ്തിടണം. ഓക്കെ, ഞാനത് കാണിച്ചു തരാം. നല്ലതുപോലെ ഇട്ടിട്ട് ഈ ഒരു സൈഡ് ഫുൾ അങ്ങനെ ആക്കി എടുക്കുക. നല്ല രീതിയിലുണ്ടോ, ഇതൊരു ട്രയാങ്കിൾ ഷെയ്ഡായി കണ്ടോ, ട്രയാങ്കിൾ ഷേപ്പ് പോലെ ആയിട്ടുണ്ട്. അതാണ് മുകളിലത്തെ ഭാഗം ഞാൻ കട്ട് ചെയ്യാതിരുന്നത്. നമ്മൾ ആ വേസ്റ്റ് കൊണ്ട് കട്ട് ചെയ്തതിൻ്റെ കാര്യം ഇതാണ്. ഇതുപോലെ ട്രയാങ്കിളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് കുറച്ചുകൂടി എളുപ്പം. വേറൊരു മെത്തേഡും ഉണ്ട്. അതാകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം അളവ് ചെയ്തതുപോലെ ടേപ്പ് മുകൾ ഭാഗത്ത് വേസ്റ്റ് റൗണ്ടിൻ്റെ കോർണറിൽ വെച്ച് നമ്മൾ അളവ് ചെയ്ത് കൊണ്ടുവരും. അതിൽ നിന്നും കുറച്ചുകൂടി എളുപ്പം എനിക്കിതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ ട്രയാങ്കിളായിട്ട് നമ്മൾ നിവർത്തിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ ഇത് രണ്ടും സെയിം കളർ നമുക്ക് കാണാൻ പറ്റാത്തതാണ് കേട്ടോ. അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമ്മളിത് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കാണുന്നുണ്ട്. അവിടെ വരെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ ആ ജോയിൻ ചെയ്ത തുണിയാണ് അടിയിലുള്ളത് കേട്ടോ. നമ്മൾ ആ തുണി ട്രയാങ്കിളായിട്ട് പോയിക്കുന്ന അതേ തുണിയിൽ നമ്മൾ ആ ഒരു ലെവലിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. തുണി കട്ട് ചെയ്ത് മാറ്റുക. കാര്യം ഇങ്ങനെ ട്രയാങ്കിളായിട്ട് ഇടുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് വെട്ടിയ കോർണറിനാണ് നമ്മൾ ഈ ട്രയാങ്കിളായിട്ട് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഫുൾ ലെങ്ത് ആ ഒരു 39 39 അരയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പാക്കി ഇടുമ്പോൾ കറക്റ്റ് ഇവിടെ നമുക്കത് കിട്ടിക്കോളും എത്ര എന്നുള്ളത്. നമ്മൾ ടേപ്പ് വെച്ച് ജോയിൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ടേപ്പ് വെച്ച് അളന്നെടുക്കാനും പറ്റും. നമ്മൾ ആദ്യം 39 അരയ്ക്ക് എങ്ങനെയാണോ അളന്നത് അത് കണക്ക് ഈ മുട്ടുപിന്ന് സെക്യൂർ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അതേപോലെ ആ കോർണറിൽ പിടിച്ച് വെച്ച് ബാക്കിയുള്ളത് 39 അര എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ജോയിൻ ചെയ്ത് റൗണ്ട് ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണിപ്പം കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എനിക്കിപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയതാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഇതാണ് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ട്രയാങ്കിളായിട്ട് ഇട്ട് ആ ഒരു തുണിയുടെ അതേ ലെവലിൽ ഞാനിത്
കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യുന്ന ആ ഒരു ലെവലിലാണ് നമ്മൾ ആ ട്രയാങ്കിളായിട്ടിട്ട ക്ലോത്ത് വന്ന് കിടക്കുന്നത്. അപ്പോൾ അതേ ലെവലിൽ തന്നെ ഞാൻ ഈ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പം ഞാനിനി നിവർത്തിയിടാൻ പോവാം കേട്ടോ. ആ ട്രയാങ്കിൾ മാറ്റി ഞാൻ നേരത്തെ കിടന്നതുപോലെ തന്നെ നിവർത്തിയിടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാലൻസ് ഉള്ളത് അവിടെ ആ ഒരു കണ്ടില്ല ഞാൻ ജോയിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഈ വേസ്റ്റ് റൗണ്ട് കട്ട് ചെയ്യാം കേട്ടോ. വേസ്റ്റ് റൗണ്ട് ഇനി കട്ട് ചെയ്ത് മാറ്റാം നമുക്കിനി നമുക്കിത് കുഴപ്പമില്ല. അപ്പം ഞാൻ ആ വേസ്റ്റ് റൗണ്ടൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ കട്ടിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് നമ്മളവിടെ ജോയിൻ ചെയ്യാനുള്ള തുണിയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതങ്ങ് മടക്കി ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ളത് ലൈനിങ് ക്ലോത്താണ് കേട്ടോ. ലൈനിങ് ക്ലോത്താണ് നമുക്ക് ഇനി അടുത്തതായിട്ട് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ലൈനിങ് തുണി നമ്മൾ വിഡ്ത്ത് വൈസ് അല്ല, ലെങ്ത്ത് വൈസ് തന്നെ നമ്മൾ മടക്കി എടുത്തേക്കുവാണ്. ലെങ്ത്ത് വൈസ് മടക്കി ഇവിടെ രണ്ടായിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടേക്കുന്നത്. നമ്മൾ മെയിൻ ക്ലോത്ത് 4ആയിട്ടാണ് ഫോൾഡ് ചെയ്തെങ്കിൽ ലൈനിങ് നമുക്ക് 2ആയിട്ട് ഫോൾഡ് ചെയ്താൽ മതി. താഴെയും മേലും ഒക്കെ 2 ഓപ്പൺ സൈഡാണ്. ഞാൻ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റും 2 ഓപ്പൺ സൈഡാണ്. നമുക്ക് 3 സൈഡ് ഓപ്പൺ സൈഡും ഞാൻ ഇരിക്കുന്ന സൈഡ് മാത്രമാണ് നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, വീഡിയോ കുറച്ച് ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇതും ഞാൻ ഇഞ്ചസിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ വേണ്ടുന്നത്, ഇവിടെ ഇപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിനെക്കാട്ടി കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം ഇത് 2ആയിട്ടല്ലേ തുണി മടക്കിയിട്ടേക്കുന്നത്, നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഹിപ്പ് റൗണ്ടിൽ മാറ്റമൊന്നുമില്ല, 28 തന്നെയാണ്. 28ന് 2 കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതൊരു സെമി അംബ്രല്ലയാണ് കേട്ടോ. നമ്മൾ സെമി അംബ്രല്ല സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് നമ്മൾ ഫുൾ അംബ്രല്ല സ്കേർട്ടിനൊക്കെ ലൈനിങ് നമ്മൾ ഇങ്ങനെ സെമി ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ 2ആയിട്ട് മടക്കിയിട്ടേക്കുന്നത് കൊണ്ട് 28ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് 14ആണ്. 14ൻ്റെ കൂടെ നമുക്കൊരു 1/2 ഇഞ്ചും കൂടെ വേണം, കാരണം അത് ജോയിൻ ചെയ്യാനായിട്ട് വേണമല്ലോ. അപ്പോൾ വേണം 1/2 ഇഞ്ചോ 1 ഇഞ്ചോ നിങ്ങൾക്കൊന്ന് കൂട്ടിയെടുക്കാൻ കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് എന്ത് വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുന്നതാണ്. ഓക്കെ, മാക്സിമം ഒരു 1/2 ഇഞ്ചെങ്കിലും കൂട്ടിയിടുക. കാരണം 2 സൈഡ്, ഇവിടെ 2 സൈഡ് മാത്രം ജോയിൻ ചെയ്താൽ മതി. നമുക്ക് 2ആയിട്ട് മടക്കിയിട്ടേക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു 1/2 ഇഞ്ച് വരും. ഓക്കെ, പിന്നെ നമുക്ക് ആദ്യം ഇപ്പം ഞാൻ 14 ആണ് കിട്ടേണ്ടത്. 14ൻ്റെ പകുതി 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ 7 ഇഞ്ചിൽ നമ്മൾ അളന്ന് നോക്കിയപ്പോൾ നമുക്കത് കറക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ 1/2 ഇഞ്ചും കൂടെ താത്തിറക്കിയിട്ട് നോക്കുകയാണ് കേട്ടോ. നമുക്കിത് അതിന് റൗണ്ട് ചെയ്ത് കാണുന്നില്ല, ഇതുപോലെ റൗണ്ട് ചെയ്താണ് വരയ്ക്കാനുള്ളത്. സെയിം മെയിൻ ക്ലോത്ത് ചെയ്തതുപോലെ തന്നെ ചെയ്യേണ്ടത്. ഞാൻ റൗണ്ട് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അളന്ന് നോക്കാം കേട്ടോ. ഞാനിങ്ങനെ അളന്ന് നോക്കുകയാണ്. നേരത്തെ വെച്ചതുപോലെ തന്നെ ആ ഒരു ലൈനിലോട്ട് ജോയിൻ ചെയ്ത് വെച്ച് തന്നെ പോവുക കേട്ടോ. വെച്ച് ടേപ്പ് കൊണ്ട് വെച്ച്, ഇതെല്ലാം ഞാൻ ഇഞ്ചസിലാണ് ചെയ്യുന്നത്. സെൻറ്റിമീറ്റർ എടുക്കുന്നതേ ഇല്ല. എല്ലാ അളവും അളക്കുന്നതും മാർക്ക് ചെയ്യുന്നതും എല്ലാം ഇഞ്ചസിലാണ് കേട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ആ മാർക്ക് ചെയ്ത പോയിൻ്റ് വെച്ചിട്ട് തന്നെ ടോട്ടൽ ലെങ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് മൊബൈലൊന്ന് ഷേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്തപ്പോൾ അതൊന്നും കറക്റ്റ് ക്ലിയർ ആവുന്നുണ്ടായിരിക്കില്ല. പക്ഷേ നമുക്ക് ലൈനിങ് എടുക്കുമ്പോൾ ഫുൾ ലെങ്ത്, നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തതിൽ അത്രയും ഞാൻ എടുക്കത്തില്ല. നമ്മളൊരു 3 ഇഞ്ചോളമെങ്കിലും കുറച്ച് വേണം ലൈനിങ് തുണി കട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മളത് ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട് കുറേ കഴിയുമ്പോൾ. ആദ്യം നമ്മളത് നിങ്ങൾ കാണുന്നില്ല, ആദ്യം നമ്മൾ ആ ഒരു പോയിൻ്റിൽ നിന്ന് നമ്മൾ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ കോർണറിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് അവിടുത്തെ വരെ എത്ര ഉണ്ടെന്ന് നമ്മൾ അളന്ന് നോക്കിയിട്ട് അതാണ് നമ്മൾ റൗണ്ട് ചെയ്ത് വരയ്ക്കുന്നത്. ഇതെല്ലാം നേരത്തെ കണക്ക് തന്നെ ചെയ്യുന്നത് കേട്ടോ. മെയിൻ ക്ലോത്ത് ചെയ്തതുപോലെ തന്നെ ചെയ്യുന്നത്. 2ആയിട്ടാണ് മടക്കിയിട്ടേക്കുന്നത് എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാൽക്കുലേഷനിലും 2ആണ് കൊടുത്തേക്കുന്നത്. വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്തേക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ അവിടെ ഒരു വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഞാനിത് ഫുള്ള് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ 3 ഇഞ്ച് കുറച്ചാണ് ഞാനിവിടെ അടയാളം ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ കട്ട് ചെയ്യാണ് കേട്ടോ. നിങ്ങളത് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ഞാൻ ആ റൗണ്ട് ചെയ്തത് കട്ട് ചെയ്ത് പോവുകയാണ്. ഞാനിത് മെയിൻ ക്ലോത്തിൽ എങ്ങനെയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെയാണ് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ ചെന്നത് കേട്ടോ. സെയിം അതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമുള്ള 3 ഇഞ്ച് കുറച്ചിട്ടുണ്ട്.
മെയിൻ ക്ലോത്തിൻ്റെ ലെങ്ത്തിനെ കാട്ടിയും 3 ഇഞ്ച് കുറച്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ഒരു മൂക്ക് ഇത് ടോപ്പിനും കൂടെ ഉള്ള തുണി ചേർത്തെടുത്തത് കൊണ്ട് നമുക്ക് ലൈനിങ്ങിൽ നമുക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫുൾ റൗണ്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ലൈനിങ്. അതുകൊണ്ട് നമുക്ക് ലൈനിങ്ങിൽ ജോയിൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. അഥവാ നിങ്ങൾക്കിനി ലൈനിങ്ങും ഇതുപോലാണ് കിട്ടുന്നത്, ഇത്തിരി ജോയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, നമ്മൾ മെയിൻ ക്ലോത്ത് ചെയ്തതുപോലെ തന്നെ നമുക്ക് ലൈനിങ്ങിലും ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ എനിക്ക് ജോയിൻ്റ് ഒന്നും വരുന്നില്ല, കാരണം കറക്റ്റ് എനിക്ക് റൗണ്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെയിൻ ക്ലോത്ത് നിങ്ങൾ കണ്ടില്ലേ, മുകൾ ഭാഗം വരെ എനിക്ക് റൗണ്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. മെയിൻ ക്ലോത്തിലും നല്ല തുണി ഉണ്ടെങ്കിൽ ഇതുപോലെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. എപ്പോഴും നല്ലത് റൗണ്ടായിട്ട് നല്ല ഫുൾ ക്ലോത്ത് എടുത്ത് നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നത്. നമുക്കിപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ട് നമുക്ക് ഫുൾ തുണി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യാമെന്നാണ് കാണിച്ചു നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ലൈനിങ്ങിൻ്റെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം മുകളിലുള്ള നമ്മുടെ ആ വേസ്റ്റ് ആണോടെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് മാറ്റി നമുക്കിത് ഫുള്ളായിട്ട് കിട്ടിയല്ലോ. നമുക്ക് ലൈനിങ്ങിൽ ഒന്നും പീസ് ജോയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. അപ്പം നമുക്കിത് ഫുള്ളായിട്ട് തന്നെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഞാൻ ഇങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു നോച്ച്, ഒരു കട്ട് കൊടുക്കണം കേട്ടോ, നമുക്ക് സെൻറ്റർ ചെയ്തൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നോക്കൂ, ഞാനിതിൻ്റെ ഒരു വേസ്റ്റ് റൗണ്ട് ഞാൻ പറഞ്ഞ ഒരു വേസ്റ്റ് ബെൽറ്റ് വയ്ക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് തുണി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അളക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ ഇതിൽ കറക്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഇതുപോലാണ് ഞാൻ എല്ലാ മെയിൻ ക്ലോത്തും എല്ലാം ആ ഒരു ലൈനിൽ കൂടെ അളന്നത്. ടേപ്പ് ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ അളന്നെടുത്തത്. ഇഞ്ചസിൽ തന്നെയാണ്, ഇങ്ങനെയാണ് ഞാൻ അളന്നെടുത്തത്. ഇപ്പോഴാണ് നല്ല രീതിയിൽ കാണാൻ പറ്റിയത്. അപ്പോൾ ഇതുപോലാണ് അളന്നിട്ടെടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ അളന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ട് നമുക്കറിയാം 28 ആണെങ്കിലും 1/2 ഇഞ്ചും 1 ഇഞ്ചൊക്കെ ചിലപ്പം ഒരു കൂട്ടിയല്ലേ നമ്മൾ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും കട്ട് ചെയ്യുന്നത് വെച്ചിട്ട് വേണം നമ്മൾ വേസ്റ്റ് ബെൽറ്റിന് വേണ്ടിയിട്ടുള്ളത് അളന്നെടുക്കുക. അപ്പം ഞാനിവിടെ അതുകൊണ്ടാണ് അത് അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്നിട്ട് ലൈനിങ് തുണി ഞാനത് മടക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേസ്റ്റ് ബെൽറ്റ് കട്ട് ചെയ്യാം. അപ്പം ഞാനിത് ലൈനിങ്ങിൽ ബാക്കി വന്നിട്ടുള്ളതെന്നാണ് ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. എനിക്കിപ്പോൾ 14 ഇഞ്ചാണ്, 28നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 14 ഇഞ്ചാണ് വന്നിട്ടുള്ളത് നമ്മൾ ലൈനിങ്ങിൽ നിന്ന് അളവെടുത്തപ്പോഴത്തേക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ അതിനോട് ഒരു 2 ഇഞ്ച് കൂടെ എക്സ്ട്രാ കൂട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ 2 ഇഞ്ചോ 3 ഇഞ്ചോ കൂട്ടാം. ഇപ്പോൾ ഞാനിത് 2 ആയിട്ടാണ് ഇട്ടേ, 2 ക്ലോത്ത് ഉണ്ട് കേട്ടോ. 2 ക്ലോത്ത് ഇട്ടിട്ടാണ് 16 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ 2 ക്ലോത്തും കൂടെ ജോയിൻ ചെയ്യാൻ ഒരു 1/2 ഇഞ്ച് പോവും, പിന്നെ ഒരു 1.5 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ആ ഒരു 1.5 ഇഞ്ച് കിടന്നാൽ നമ്മളിപ്പം ജോയിൻ ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ഇതുണ്ട് നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അപ്പോഴും കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. എന്നാലും തുണി തികയാതെ വരരുത്, അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് കൂട്ടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാൻ വിഡ്ത്ത് ഇപ്പം 3.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഞാൻ 1 ഇഞ്ച് വീതിയുള്ള ബെൽറ്റല്ല ഇലാസ്റ്റിക്കാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, അപ്പോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 3.5 ഇഞ്ചാണ് എനിക്ക് കംഫർട്ട് കേട്ടോ. അപ്പോൾ ഞാൻ 3.5 ഇട്ട് കട്ട് ചെയ്യാണ്. വിഡ്ത്ത് 3.5യും ലെങ്ത്ത് ഒരു 16 ഇഞ്ചും ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം ഇഞ്ചസിലാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഞാനങ്ങനെ എടുത്തിട്ടുണ്ട്. അതങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. ആ ഒരളവ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു അളവ് ഇതും കൂടെ മതി കേട്ടോ. നമുക്കൊരു അംബ്രല്ല സ്കേർട്ടിൻ്റെ ഞാനതും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതാണ് വേസ്റ്റ് ബെൽറ്റിന് വേണ്ടുന്നത് കേട്ടോ. 2 ആയിട്ടാണ് കിടക്കുന്നത്. ഇത് 2 പീസാണ് കേട്ടോ. 2 പീസ് ഞാൻ ചേർത്ത് വെച്ചിരുന്നത് ജോയിൻ ചെയ്ത് നമുക്ക് ഒന്നായി എടുക്കണം. അതപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ ഇലാസ്റ്റിക് എങ്ങനെയാണ് വെച്ച് പിടിപ്പിക്കുന്നത് എല്ലാം സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ഇത്രയും പീസുകൾ മതി കേട്ടോ. ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്ത്, അതുപോലെ തന്നെ ബെൽറ്റിൻ്റെ ഒരു പീസും ലൈനിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്ക് ബെൽറ്റിൻ്റെ ആ ഒരു പീസ് നമുക്ക് ലൈനിങ്ങിൻ്റെ അകത്തേക്ക് വെച്ച് ചെയ്യാം. കാരണം ചെറിയ പീസല്ലേ, നമുക്കങ്ങ് മിസ്സായി പോകണ്ട. അപ്പോൾ ലൈനിങ്ങിൻ്റെ അകത്തേക്ക് വെച്ച് ഞാനത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.